ഞാൻ സർക്കാരിന് നെല്ല് കൊടുത്തത് 5 ലക്ഷം രൂപ എന്റെ പേരിൽ ഇത് എന്തുവാ സിബില് കാണിക്കുന്നത്. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത് ഞാൻ അങ്ങോട്ട് കൊടുത്തത്. അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നിട്ട് ഇപ്പൊ സിബില് ഞാൻ 5 ലക്ഷം രൂപ സർക്കാരിന് കിടക്കാനാ. വായ്പ ലഭിക്കാത്തതിന്റെ പേരിൽ പ്രസാദ് ആത്മഹത്യ ചെയ്തിട്ട് ഒരാഴ്ച പിന്നിടുന്നു. സിബിൽ സ്കോർ ഇല്ല എന്നത് പ്രസാദിനെ ആരോ പറ്റിച്ചതാണെന്ന് പറഞ്ഞാലോ? മുഖം ചുളിക്കട്ട. ദ ഫോർത്തിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്ന രേഖകൾ അതാണ് പറയുന്നത്. ഇതാണ് പ്രസാദിന്റെ സിബിൽ സ്കോർ 808. ഇത് ബാങ്കുകൾ വായ്പ അനുവദിക്കാൻ പരിഗണിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള സിബിൽ സ്കോറാണ്. 780 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് വ്യക്തിഗത വായ്പകൾ ലഭിക്കുമെന്ന് മാത്രമല്ല പലിശ ഇളവും ഉണ്ടാകും. അപ്പോൾ PRS വായ്പയുടെ പേരിൽ കർഷകരുടെ സിബിൽ സ്കോർ കുറയുമെന്നുള്ള പ്രചാരമോ? സിബിൽ സ്കോറിനെ ഇത് ബാധിക്കാറേയില്ലെന്നാണ് ബാങ്കുകൾ നൽകുന്ന വിവരം. ഈ കുടിശ്ശിക മാത്രം പരിഗണിച്ച് ആർക്കും വായ്പ നിഷേധിക്കാറില്ലെന്നും ബാങ്കുകൾ പറയുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രസാദിന് PRS വായ്പ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇതോടെ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു, കൂടുതൽ രേഖകൾ പരിശോധിച്ചു. ഇത് ചെന്നെത്തിയത് പ്രസാദിന്റെ പഴയൊരു വായ്പയിലാണ്. 2011 25,000 രൂപയുടെ ഈ കാർഷിക വായ്പയുടെ അടവ് മുടങ്ങിയിട്ടുണ്ട്. ഒടുവിൽ 2021 ജനുവരി 15 ഒറ്റത്തവണയായാണ് ഇത് തീർപ്പാക്കിയത്. ഇക്കാര്യം വേണമെങ്കിൽ പുതിയ വായ്പ കൊടുക്കാതിരിക്കാൻ കാരണമായേക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാന ടേണിംഗ് പോയിന്റ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പ്രസാദിന് വായ്പ അനുവദിക്കാൻ അർഹതയുണ്ടോ എന്ന് ഒരു ബാങ്ക് പോലും പരിശോധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ദ ഫോർത്തിന് ലഭിച്ചു. പ്രസാദ് മരിച്ച ഇക്കഴിഞ്ഞ നവംബർ 11 മുമ്പ് ഇദ്ദേഹത്തിന്റെ സിബിൽ റെക്കോർഡ് ആരെങ്കിലും പരിശോധിച്ചത് 2 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 2021 സെപ്റ്റംബർ 14. എന്ന് വെച്ചാൽ ബാങ്കുകളുടെ കയ്യിലൊന്നും നിലവിൽ പ്രസാദിന്റെ സിബിൽ സ്കോർ ഇല്ല. അങ്ങനെയെങ്കിൽ സിബിൽ സ്കോർ കുറവായത് കാരണം ബാങ്ക് വായ്പ അനുവദിക്കില്ലെന്ന് പ്രസാദിനോട് പറഞ്ഞത് ആരാണ്? വായ്പ അപേക്ഷയുമായി പ്രസാദ് സമീപിച്ചിട്ടില്ലെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫെഡറൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും വ്യക്തമാക്കുന്നത്. ഇത് ശരിയായിരിക്കുമോ? അതോ സിബിൽ സ്കോർ പരിഗണിക്കാതെ തന്നെ വായ്പ തരില്ലെന്ന് പറഞ്ഞ് ബാങ്കുകൾ പ്രസാദിനെ ഒഴിവാക്കിയതാണോ? വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൊണ്ടേ ഇക്കാര്യം വ്യക്തമാകൂ. അപ്പോഴും ഒരു കാര്യത്തിൽ ഇനി തർക്കമില്ല. വായ്പാ കുടിശ്ശിക വരുത്തിയെന്ന ഇല്ലാത്ത ആരോപണം നേരിടുന്ന സർക്കാരോ അടുത്ത കാലത്തൊന്നും ആരും പരിശോധിക്കാത്ത സിബിൽ സ്കോറോ അല്ല പ്രസാദിന്റെ ആത്മഹത്യക്ക് കാരണം.